ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4:4, 5, 6 4, 5, 6 നമുക്ക് കേൾക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. ഞാൻ പിന്നെയും പറയുന്നു, സന്തോഷിക്കുവിൻ. ഇന്ന് സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവത്തിൻ്റെ സമാധാനം നമുക്കെങ്ങനെ കിട്ടും? എവിടെ നിന്ന് കിട്ടും? ആരിൽ നിന്ന് കിട്ടും എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പിയർ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ്ലിഹ പറയുന്നൊരു വാക്കാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കണം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും നമ്മളോട് ദൈവം പറയാ, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത്, വേദനിക്കരുത്. എല്ലാറ്റിനും, ഏത് വിഷയമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, എല്ലാറ്റിനും, അത് 1, 2, 3 എന്നല്ല ദൈവം. ഏത് വിഷയം, എല്ലാറ്റിനും, നിങ്ങളുടെ സകല വിഷയങ്ങളും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കണം. ഏത് വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ അപേക്ഷയാലും പ്രാർത്ഥനയാലും ദൈവസന്നിധിയിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി വേണം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കേണ്ടത്. പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കണം. ആദ്യം ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം, യാചിക്കുന്ന വിഷയം, അപേക്ഷ, ഇത് ദൈവഹിതമാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ശോധന ചെയ്യണം. എന്നിട്ട് ദൈവഹിതത്തിനൊത്ത് പ്രാർത്ഥിക്കണം. എങ്ങനെ? സ്തോത്രത്തോടുകൂടെ നമ്മുടെ വായ് കൊണ്ട് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നമുക്ക് മറുപടി തന്നിരിക്കും. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുത്, ഉത്കണ്ഠാകുലരാകരുത്, നിരാശപ്പെടരുത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ സംരക്ഷിക്കും. ഇന്ന് സമാധാനത്തിന് വേണ്ടി ജനങ്ങൾ പരക്കം പായേന്ന്, നെട്ടോട്ടമോടേന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യരെല്ലാം ജീവിക്കുന്നത്. എവിടെ പോയാൽ നമുക്ക് സമാധാനം കിട്ടും? കുറച്ചാൾക്കാർ സമാധാനത്തിന് വേണ്ടി മദ്യപിക്കുന്നു, കുറച്ചാൾക്കാർ സമാധാനത്തിന് വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, കുറച്ചാൾക്കാർ സമാധാനത്തിന് വേണ്ടി പുകവലിക്കുന്നു. ഇതിലൊന്നും നമുക്ക് എന്ത് കിട്ടത്തില്ല? സമാധാനം കിട്ടത്തില്ല. സമാധാനം കിട്ടണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരണം. നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കൽ വരുവാണെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ദൈവം നമുക്ക് തന്നിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പിയരിലുള്ള വിശ്വാസികളോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ സകല പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോട് അറിയിക്കുകയാണെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വരും. ദൈവത്തിൻ്റെ സമാധാനമാണ് നമ്മുടെ മേലെ ദൈവം തരുന്നത്. പക്ഷേ സ്തോത്രയാഗത്തോടുകൂടെ അറിയിക്കണം. കുറച്ചാൾക്കാർ പണത്തിൻ്റെ പിറകെ, ഇപ്പോൾ പണം ഉണ്ടെങ്കിൽ സമാധാനം കിട്ടും. തീർച്ചയായും പണം ഉണ്ടെങ്കിൽ സമാധാനം നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ സമാധാനം എവിടെ നിന്ന് കിട്ടും? ദൈവത്തിൻ്റെ അടുക്കൽ സമാധാനം കിട്ടും. മനുഷ്യരുടെ അടുക്കൽ ഓടിയ സമാധാനം കിട്ടത്തില്ല. മനുഷ്യരൊക്കെ കുറച്ച് അല്പം മാത്രമേ നമുക്ക് ആശ്വാസവാക്ക് തരത്തുള്ളൂ. ആ സമയത്ത് കിട്ടുന്ന ചെറിയൊരു സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അസമാധാനമായി തീരും. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കൽ സമാധാനമുണ്ട്. അത് സ്തോത്രയാഗത്തോടുകൂടെ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സമാധാനത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മയക്കുമരുന്നിൻ്റെ പിറകെ പോകുമ്പോൾ ആ കുടുംബം പിശാച് തകർക്കേന്ന്. പണത്തിൻ്റെ പിറകെ, പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നെട്ടോട്ടം ഓടുമ്പോൾ അവിടെയും കുടുംബത്തിൽ തകർച്ചയുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ സമാധാനം യേശു ക്രിസ്തുവിൽ നിന്നാണ്. ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:27
യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:27 ദൈവം നമ്മോട് പറയാം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സന്തോഷം ദൈവം നമുക്ക് തരുന്നു. അത് നമ്മൾ ആദ്യം വിശ്വസിക്കണം. പക്ഷേ ലോകം തരുന്നത് പോലെയല്ല ഈ സമാധാനം. ലോകക്കാർ കുറച്ച് സമാധാനം തരുമ്പോൾ ദൈവം നമുക്ക് വലിയ സമാധാനം, അന്ത്യം വരെ തമ്പുരാൻ നമുക്ക് സമാധാനം തരുന്നേ. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ഒന്നിനും ഒരു മുട്ടും ഉണ്ടാകത്തില്ല. ഇവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 4:19 ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ പൗലോസ്മിക നമ്മളോട് സംസാരിക്കുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ മഹത്വത്തോടെ നിറവേറ്റിത്തരും. എൻ്റെ ദൈവമോ, അതാരുടെ ദൈവം? വിശ്വസിക്കുന്നവരുടെ ദൈവം. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും, എന്താവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അതൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ മഹത്വത്തോടെ നിറവേറ്റിത്തരും. നിങ്ങൾ സ്തോത്രയാഗത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുമ്പോൾ എൻ്റെ ദൈവമോ, ദൈവത്തിൻ്റെ മഹത്വം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വം, ഈ ആകാശത്തെയും ഭൂമിയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച മഹത്വം, ആ മഹത്വം നിങ്ങളുടെ മേലെ വരും. ദൈവത്തിൻ്റെ ശെഖാന, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേലെ വരുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മേലെ വരും. ഹല്ലേലൂയ. എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ, ചെറിയ ആവശ്യമാണോ വലിയ ആവശ്യമാണോ, ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ അടുക്കൽ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക. മനുഷ്യനെ അറിയിക്കരുത്. ദൈവത്തിന്. നിങ്ങൾക്കൊരു ശാരീരിക രോഗമാണോ, ഒരു പൈശാചിക പ്രശ്നമാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, രോഗത്തിൻ്റെ വിഷയമാണോ, ജോലിയുടെ വിഷയമാണോ, കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, പ്രാർത്ഥിക്ക്. പ്രാർത്ഥനയിൽ അപേക്ഷയിൽ സ്തോത്രയാഗത്തോടുകൂടെ അത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ അറിയിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം മഹത്വത്തോടുകൂടെ നിറവേറ്റിത്തരും. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ഒരിക്കലും അളക്കാൻ പറ്റുന്നതല്ല. പക്ഷെ മനുഷ്യൻ്റെ സ്നേഹം അളക്കാൻ പറ്റും, അല്ലേ? മനുഷ്യൻ്റെ സ്നേഹത്തിന് അളവുണ്ട് ദൈവമക്കളെ. ദൈവസ്നേഹത്തിന് ഒരിക്കലും അളവില്ല. അളവില്ലാതെ വിശ്വസിക്കുന്ന മക്കളുടെ മേലെയാണ് അവൻ്റെ മഹത്വം വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശയുള്ള മക്കളായി ജീവിക്കുക. ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവ് പറയുന്ന ആ ചിന്ത നമ്മളെ രോഗിയാക്കി തീർക്കുകയെന്ന്. ഇവിടെ നമ്മൾക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 12:24 നമുക്ക് കേൾക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:24 ഒരു 2 വാക്ക് നമുക്ക് കേൾക്കാം. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് സംഭരണശാലയോ കളപ്പുരയില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതികളെക്കാൾ നിങ്ങൾ എത്രയോ വിലപ്പെട്ടതാണ്, എത്രയോ ശ്രേഷ്ഠന്മാരാണ്. കാക്കയെ നോക്കുവിൻ, അത് നാളത്തേക്കായിട്ട് ഒന്നും കരുതുന്നില്ല, അതിൻ്റെ സംഭരണശാലയിൽ ഒന്നും കരുതി വയ്ക്കുന്നില്ല, അതിൻ്റെ കളപ്പുരയിൽ ഒന്നും കരുതി വയ്ക്കുന്നില്ല. അങ്ങനെയാണ് കർത്താവ് പറയാം, അതിനെയും ദൈവം പുലർത്തുന്നു. അതിന് വേണ്ടതല്ല കാക്കകളെ, പറവജാതികൾക്ക് വേണ്ടതെല്ലാം അന്നെന്നുള്ളത് തമ്പുരാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രമാത്രം ശ്രേഷ്ഠമാണ് നിങ്ങൾ ദൈവത്തിന് നമ്മൾ മക്കളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പറവജാതികളെക്കാൾ നിങ്ങൾ എത്രയോ വിലപ്പെട്ടവൻ. ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടവരാണ്. അല്ല നമ്മുടെ തലമുറകളോ അല്ല നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരോ നമ്മുടെ അപ്പനമ്മയോ വലിയ വിലയൊന്നും നമുക്ക് തരുന്നില്ലെങ്കിലും ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണികളാണ് നമ്മൾ. ദൈവം നമ്മളെ ഒരു കാലത്ത് ഉപേക്ഷിക്കുകയില്ല. ഒരനർത്ഥത്തിലും ദൈവം നമ്മളെ വിടുകയില്ല. ഹല്ലേലൂയ. ഉത്കണ്ഠപ്പെടുന്നതിനാൽ ആദ്യം പറയാം, ഫിലിപ്പിയർക്ക് എഴുതിയ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത്. ലൂക്കോസ് എഴുതിയ സുവിശേഷൻ്റെ 12:25 പറയുന്നു, ഉത്കണ്ഠപ്പെടുന്നതിനാൽ നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തോടെ ഒരു മുഴം കൂട്ടുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലിനോട് ദൈവം പറയാം,
ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത്, നിരാശപ്പെടരുത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ദൈവത്തോട് സ്തോത്രയാഗത്തോട് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷ അറിയിക്കുകയാണെങ്കിൽ കാക്കകളെ, പറവകളെ ഓരോ ദിവസവും കരുതുന്ന ദൈവത്തിന് നിങ്ങളെയും ശ്രേഷ്ഠമായി കരുതാൻ പറ്റും. കാര്യം കർത്താവിന് ഞാനും നിങ്ങളും വിലപ്പെട്ടവരാണ്. മനുഷ്യന് വിലപ്പെട്ടവരല്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതലിനെ കുറിച്ച് ദൈവം പറയുന്നത്, നിങ്ങൾ എനിക്ക് വിലപ്പെട്ടവരാണ്, നിങ്ങൾ എനിക്ക് എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്, നിങ്ങൾ എൻ്റെ ജീവനാണ്. ഒരു കാലത്തും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഒരു കാലത്തും നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. മനുഷ്യരൊക്കെ പറയുമല്ലേ, അന്ത്യം വരെ ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കുമോ? ഇല്ല. പക്ഷെ ദൈവം പറയുന്നത്, മനുഷ്യൻ അനാഥരായി വിടുന്നവരോട് ദൈവം പറയാം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകരുത്, നിരാശപ്പെടരുത്. ഇന്ന് മയക്കുമരുന്നിന് അടിമയായിരിക്കുന്ന, പുകവലിയിലും മദ്യപാനത്തിലും കിടക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രയാഗത്തോടുകൂടെ അറിയിക്ക്. നിങ്ങൾ ഇതിൻ്റെ പിറകെ പോകരുത്. ഇതിന് സമാധാനം തരുവാൻ കഴിയത്തില്ല. സമാധാന പ്രിയൻ എന്ന് പറയും നമ്മുടെ ദൈവമാണ്, നമ്മുടെ ക്രിസ്തുനാഥനാണ്, നമ്മുടെ യേശു കർത്താവാണ്. ആ യേശു കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് എന്തൊക്കെ ശാരീരിക ബുദ്ധിമുട്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടോ മാനസിക ബുദ്ധിമുട്ടോ വന്നാൽ കർത്താവിൻ്റെ അടുക്കൽ സ്തോത്രയാഗത്തോട് പറയുവാണെങ്കിൽ വീണ്ടും ദൈവം പറയാം, നിങ്ങൾക്ക് സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ ദൈവത്തിൻ്റെ ജീവൻ, ആ ദൈവത്തിൻ്റെ മഹത്വം, ആ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ മേലെയും ഇനി വചനം കേട്ട മക്കളുടെ മേലെ കടന്നു വരട്ടെ. മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്ക്. ദൈവം ഇന്ന് ഈ കേട്ട വചന നിമിഷം, നിങ്ങൾ കേട്ട നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സമാധാനം കടന്നു വരുമെന്ന് ഞാൻ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവസമാധാനം ഞങ്ങളുടെ മേലെ അവിടുന്ന് അയച്ചതിനായി സ്തോത്രം. ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടാതെ എല്ലാത്തിനും അപേക്ഷയാലും പ്രാർത്ഥനയാലും കർത്താവിന് സ്തോത്രത്തോടെ അർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് മാനസികമായി ശാരീരികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുമ്പോൾ മയക്കുമരുന്നിൻ്റെ പിറകെ അടിമ നുകത്തിൽ കയറിപ്പോകുന്നു. അടിമ നുകത്തിൻ്റെ കയറുകളെ പൊട്ടിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതനെ അയക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ. ഒരു മക്കൾ പോലും മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകാൻ ഇടവരല്ലേ കർത്താവേ. മദ്യപാനത്തിൽ വീണു പോകാൻ ഇടവരല്ലേ കർത്താവേ. അങ്ങയുടെ കരം, അങ്ങയുടെ സമാധാനം, അങ്ങയുടെ മഹത്വം അവരോട് കൂടെ ഇരിക്കണമേ. ജീവൻ തന്നവനെ, അവിടുത്തെ സമാധാനം, അവിടുത്തെ സന്തോഷം ഇന്ന് കേൾക്കുന്ന ദൈവജനങ്ങളുടെ മേലെ, അവരുടെ കുടുംബത്തിൻ്റെ മേലെ വ്യാപരിക്കട്ടപ്പ. പരിശുദ്ധ ആത്മാവേ, യേശുപ്പ, ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല ഞങ്ങൾക്ക് തരുന്നത്. ദൈവമേ, ആ വചനത്തിൽ കേട്ട ഈ വിശ്വാസം ഞങ്ങളുടെ മേലെ വർദ്ധിപ്പിക്കണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. നന്ദിയപ്പ. മഹത്വം അങ്ങെടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നന്ദിയപ്പ. ഹല്ലേലൂയ.